നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ നിർത്തിവെച്ച കർമ്മ പദ്ധതികൾക്ക് പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങളും സാമ്പത്തികമായുള്ള സഹായങ്ങളും വന്നു ചേരും. എന്നാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് സ്വല്പം കാലതാമസമുണ്ടാകുമെങ്കിൽ പോലും സ്വന്തം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സ്വയമേവ ചെയ്ത് തീർത്ത് അതൊരു പ്രവൃത്തി പരിചയം നേടുവാൻ ഇത് ഉപകരിക്കുവാനും ഇടയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷകൾ എഴുതുവാൻ മിക്ക വിദ്യാർത്ഥികൾക്കും അവസരങ്ങളുണ്ടാകും. ദേഹത്തിന് പല വിധത്തിലും തളർച്ച അനുഭവപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ യാത്രകൾ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങളും പോഷകവർദ്ധങ്ങളായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അതിന് തക്കവണ്ണം തൊഴിൽ അഥവാ ജോലി ക്രമീകരിക്കുവാനും ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും. പലപ്പോഴും നീതിയുക്തമായുള്ള സമീപനം സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഇനി അതിലൊരു പ്രത്യേക വളർച്ചയോ ഉയർച്ചയോ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പദ്ധതികളെ പറ്റിയിട്ട് ആലോചിക്കുവാനും അന്വേഷിക്കുവാനും ഒരുപക്ഷെ നിലവിലുള്ള രാജ്യത്തിലായിരിക്കുകയില്ല, മറ്റ് രാജ്യങ്ങളിലായിരിക്കും. എന്നാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുവാനും ആവിഷ്കരിക്കുവാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ ഇടയുണ്ട്. സുദീർഘമായുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായുള്ള തീരുമാനങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗുരുതുല്യരായവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ടും അവരുടെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ടും ഈശ്വരാരാധനകളെ കൊണ്ടും മാർഗതടസ്സങ്ങളെല്ലാം നീങ്ങി കുടുംബപരമായിട്ടും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. മനസ്സിന് വ്യാകുലത ഉണ്ടാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ഈ കർമ്മമണ്ഡലങ്ങളുടെയും ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഇതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാകുലപ്പെടാതെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ എല്ലാം ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരം ഒരു പരിധിവരെ ആത്മവിശ്വാസം ആർജിക്കുവാൻ ഉപകരിക്കുന്നതുമാണ്. മറ്റുള്ളവരുടെ വീക്ഷണത്തിൽ ധനാഢ്യനായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ടാകുമെങ്കിലും സ്വന്തം കാര്യത്തിന് ഒരുപക്ഷെ ഈ മാസത്തിൽ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിൽ അവസരങ്ങൾ വന്ന് ചേരും. പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുന്നത് വഴി ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. വിജയപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരും. അഹംഭാവം ഒഴിവാക്കി പ്രസ്ഥാനത്തിൻ്റെ നേട്ടം വിലയിരുത്തിയും കൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടവരും. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ജോലിക്കാർക്ക് അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം കൊടുക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ശമ്പള വർധനവ് കൂടുതൽ കൊടുക്കുവാനുമുള്ള പദ്ധതികൾ സമർപ്പിക്കുവാൻ അവസരമുണ്ടാകും. ഒരുപക്ഷെ ഉടമസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആദ്യ ജോലിക്കാരെ നിയമിക്കുവാനുള്ള അനുമതി വന്നു ചേരുവാനും ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസം ആർജിക്കുവാനിട വരും. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാൻ തീരുമാനിക്കും. മറ്റ് ചിലർക്ക് നിലവിലുള്ള രാജ്യത്ത് നിന്നും മാറി മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും.
അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയതായുള്ള പല ആശയങ്ങളും വന്നു ചേരുമെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങളെ അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും അതിനു വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അവസരമുണ്ടാകുവാനിടയുണ്ട്. ഇതിനൊരു പക്ഷേ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പലർക്കും അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം ലഭിക്കും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കും. ഗതിവിഗതികളൊക്കെ അനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. വ്യായാമം ശീലിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളൊക്കെ പോലും അതിജീവിക്കാൻ അവസരമുണ്ടാകും. ഒരുപക്ഷെ ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള ഒരു ആത്മനിയന്ത്രണം വന്നു ചേരുവാൻ പോലും ഈ യോഗ പരിശീലനത്തിൽ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ഇനി മുതൽ ഒരു വർഷത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിർദ്ദേശം സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. പലപ്പോഴും വിദേശത്ത് താമസിക്കുന്ന പലർക്കും ഉന്നത തസ്തികയിലിരിക്കുന്ന പലർക്കും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നു ചേരുമെങ്കിലും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാലോ മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ചാലോ അഥവാ ജന്മനാട്ടിൽ വന്ന വ്യാപാരം തുടങ്ങിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ഇതൊന്നും പ്രാവർത്തികമാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ളതിൽ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുക തന്നെ ആയിരിക്കും ഭാവിയിലേക്ക് ഏറ്റവും നന്നാവുക. പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും ഒരുപക്ഷെ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് വളരെ ഉപോത്ബലകമായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മറന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുള്ള അവസരവും ഒരുപക്ഷെ ബന്ധുമിത്രാദികളോടൊപ്പം പ്രത്യേകിച്ച് ആ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് വഴി ആയിരിക്കാം ഉണ്ടാവുക. എന്തായാലും തീർത്തും അവിചാരിതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഇനി ഒരു വർഷം പുതിയ കരാർ ജോലികൾ ഒപ്പുവെച്ചാൽ അത് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലതെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങളും മറ്റ് ചിലതെല്ലാം തന്നെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും തൃപ്തികരമായിട്ടുള്ള ജോലി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരണമോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജൂൺ മാസം കഴിവോളം പല ജോലികൾക്കും അപേക്ഷിച്ചതിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. കാർഷിക വിളകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല വിധത്തിലും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാനുള്ള അവസരം ഒരുപക്ഷെ കൃഷി വകുപ്പിൻ്റെ സഹായ സഹകരണങ്ങളും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഒരു കർഷകൻ്റെ
നിർദ്ദേശങ്ങളും ഇതിന് ഉപകരിക്കുവാൻ ഇടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പദ്ധതിയുടെ പൂർണ്ണരൂപം വരും വരായികളൊക്കെ ചിന്തിച്ച് വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളോട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഒരു പൂർണ്ണരൂപം സമർപ്പിക്കാൻ അവസരം വന്നു ചേരും. ചിലതെല്ലാം മേലധികാരികൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം തന്നെ സമർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾക്കും സാധ്യതയുണ്ട്. പുനഃപരീക്ഷയിൽ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നതുമാണ്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും വളരെ ലോക്യത്തോടുകൂടി തന്നെ പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും ഇടവരും. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. പാരമ്പര്യ വിജ്ഞാനവും പ്രവൃത്തി പരിചയവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിന് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ വന്നു ചേരും. ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ നിന്നും സഹായങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് വിപുലീകരിക്കുവാനും ഇടയുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഏറ്റവും ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗം ഏറ്റെടുക്കേണ്ടി വരും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ ഒരുപക്ഷെ നിലവിലുള്ള സ്ഥലത്ത് തന്നെ കുടുംബാംഗങ്ങളെ താമസിപ്പിച്ചുകൊണ്ട് ദൂരദേശവാസം, അതായത് ജോലി സ്ഥലം എന്നുള്ളത് മറ്റ് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഒരു വർഷത്തേക്ക് വേണ്ടി വരുവാൻ ഇടയുണ്ട്. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഭാവിയിലേക്ക് ഇനിയും അവസരങ്ങൾ മറ്റ് സ്ഥാപനത്തിൻ്റെ ഉന്നത പദവിക്ക് ഉപകരിക്കുന്ന പല പ്രവൃത്തി പരിചയം നേടുവാൻ തക്കവണ്ണമുള്ള അവസരമായതുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ ഒഴിവാക്കി പരിഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും വന്നു ചേരുവാനും ഇടയുണ്ട്. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. കഴിവും പ്രാപ്തിയും അവസരങ്ങളും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും അതിലുപരി വളരെ നല്ല നിലയിലുള്ള പദവിക്കും അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും അർദ്ധമനസ്സോടുകൂടിയാണ് അവിടെ തുടരുന്നത് എങ്കിലും ഈ മാസത്തിൽ തന്നെ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും അത്ര തന്നെ സുതാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് ഇനി അതിൻ്റെ അടുത്ത മീറ്റിങ്ങൊക്കെ പിന്നീടാവാം എന്ന ധാരണയോടുകൂടി തന്നെ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രധാന തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക മാത്രമല്ല പ്രതീക്ഷിച്ചതിലുപരി
അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. വളരെ ക്ഷമയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കും. ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി കഴിഞ്ഞ 6-7 മാസമായിട്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഒരു പരിണത ഫലം അനുകൂലമായതിനാൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് സമീപത്തുള്ള ഭൂമി വാങ്ങിക്കുവാനോ വർഷങ്ങൾക്ക് ശേഷം ഗൃഹനിർമ്മാണം എന്ന സങ്കല്പത്തോടുകൂടി ഭൂമി വാങ്ങിക്കുവാനോ അവസരമുണ്ടാകും. ആധ്യാത്മികാത്മീയ ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആചാരാനുഷ്ഠാനങ്ങളിൽ അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ സാംക്രമിക രോഗങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പ്രമേഹ, നീർദോഷ, ഉഷ്ണരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും പ്രകൃതി ജീവന ഔഷധ രീതികൾക്കും സാധ്യത കാണുന്നുണ്ട്. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ശുഭസൂചകങ്ങളായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരം വന്നു ചേരും. പുതിയ കരാർ ജോലികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഒരു പരിധിവരെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. ബാഹ്യപ്രേരണകൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടിയും അനുഭവജ്ഞാനമുള്ളവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.